ഈ അടുത്ത സമയത്ത്, അതായത് കേരളത്തിലെ മുൻ 2 DGPമാർ, പ്രത്യേകിച്ച് TP സെൻകുമാർ കേരളത്തിലൊരു സെലിബ്രേറ്റഡ് DGPയാണ്. അത് കഴിഞ്ഞ് ശ്രീരേഖ IPS, രണ്ടുപേരും 35-40 വർഷത്തെ സേവനമുള്ളവരാണ്. യൂണിഫോം ഇട്ട്, അതായത് പോലീസ് സർവീസിൽ ഇന്ത്യ ഡിസിപ്ലിനായിട്ടുള്ള IPS ഓഫീസേഴ്സ്, കേരള കേഡറിൽ വർക്ക് ചെയ്യുന്നവർ, റിട്ടയർ ആയവർ. നിങ്ങൾക്കറിയാം TP സെൻകുമാറിൻ്റെ ഒരു കേസ് കേരളത്തിൽ പിണറായി വിജയൻ മന്ത്രിസഭ അധികാരത്തിൽ വന്ന ശേഷം അയാളെ DGP പോസ്റ്റിൽ നിന്നും മാറ്റുന്നു. അയാൾ കേരള ഹൈക്കോർട്ടിൽ കേസിന് പോകുന്നു. അതിനുശേഷം സുപ്രീം കോർട്ടിൽ വരുന്നു. സുപ്രീം കോർട്ടിൽ വന്ന സമയത്ത് അയാൾക്ക് വേണ്ടി ഹാജരായത് ദുഷ്യന്ത് ദാവെ എന്ന് പറയുന്ന ഇന്ത്യയിലെ വളരെ സീനിയർ ആയിട്ടുള്ള ലോയറാണ്. കൂടെ അസിസ്റ്റ് ചെയ്തത് പ്രശാന്ത് ഭൂഷൺ. ഈ രണ്ടുപേരും ഇന്ത്യയിലെ അറിയപ്പെടുന്ന ലിബറലായിട്ടുള്ള മോഡറേറ്റ് ചിന്താഗതിയുള്ള ലോയേഴ്സാണ്. ഇവർ രണ്ടുപേരും ഇവരുടെ ഒഫീഷ്യൽ ചാർജൊന്നും ഈ പറയുന്ന TP സെൻകുമാറിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടില്ല. പറയാനുണ്ടായ കാര്യം, ഈ രണ്ടുപേരും എനിക്ക് വേണ്ടി ജസ്റ്റിസ് വെങ്കട്സ്വാമി കമ്മീഷനിലും സുപ്രീം കോർട്ടിലും ഡൽഹി ഹൈക്കോർട്ടിലൊക്കെ അപ്പീർ ചെയ്തിട്ടുണ്ട്. എൻ്റെ നിന്ന് ഇവർ പണം വാങ്ങിയിട്ടില്ല. എൻ്റെ കാര്യം പറയാം, എൻ്റെ നിന്നും ഇവർ പണം വാങ്ങിയിട്ടില്ല. ഒരു കോസിന് വേണ്ടി, അതിനുവേണ്ടി നിലനിൽക്കുന്നവരാണ് ഇവർ രണ്ടുപേരും. അധികം ഇതേപോലെയുള്ള കേസുകളിൽ നിന്നും അവർ പണം വാങ്ങാറില്ല. പക്ഷേ ഈ അടുത്ത സമയത്ത് TP സെൻകുമാറിനെ പറ്റി ഈ രണ്ടുപേരും അവരുടെ ജൂനിയേഴ്സിന്, അതേപോലെ ചില ആൾക്കാരോടും മെസ്സേജ് കൊടുത്തു. അവർ പറയുന്നത്, അവരൊരിക്കലും ധരിച്ചില്ല, അവരുടെ ധാരണയിൽ പോലും ഉണ്ടായിരുന്നില്ല TP സെൻകുമാർ എന്ന് പറഞ്ഞ് ഇതേപോലൊരു ഒരു വൃത്തികെട്ടവനാണ് ഇവൻ. കാരണം അതേ രീതിയിലുള്ള വർഗീയത ആണ് ഇവൻ പൊലമ്പുന്നത്. സത്യമാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിലും ഇന്ത്യയുടെ ചരിത്രത്തിലും ഒരു റിട്ടയേർഡ് DGPമാരും പോട്ടെ, സെലിബ്രേഷനൊക്കെ പോട്ടെ, സെലിബ്രിറ്റിയൊക്കെ മാറി നിൽക്കട്ടെ, യൂണിഫോം ഇട്ടൊരു ഓഫീസർ, അത് IPS ആണെങ്കിലോ അല്ലെങ്കിൽ സാധാരണ ഒരു കോൺസ്റ്റബിൾ ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു പോലീസ് സബ് ഇൻസ്പെക്ടർ, SHOയോ DYSPയോ SPയോ ആകട്ടെ, അവരൊന്നും സർവീസിൽ നിന്ന് മാറി നിന്നിട്ട് റിട്ടയർ ചെയ്തിട്ട് ഇവരൊക്കെ എല്ലാവരും പലരും പല പൊളിറ്റിക്കൽ പാർട്ടിയിലുണ്ട്. എനിക്കറിയാവുന്ന പലരും ഉണ്ട്.